പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയമുള്ള ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി അല്പം ചിലത് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. തൊഴിൽ അത് അല്ലാഹു തആല തൻ്റെ അടിയന്മാർക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അവസരങ്ങളാണ്. അല്ലാഹു തആല പറയുന്നു, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ ഉപജീവനത്തിന് വേണ്ടി വ്യാപൃതരാവുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിക്കുകയും ചെയ്യുക എന്നത്. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഇസ്ലാം വളരെ അധികം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അധ്വാനിക്കുന്ന വിഷയത്തിലും നല്ല പ്രോത്സാഹനമാണ് നൽകിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ അക്കല അഹദുൻ ത്വാമൻ ഖത്തുൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണത്തേക്കാൾ നല്ല ഭക്ഷണം ആരും ഭക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം പ്രവാചകനായിരുന്നിട്ടും സമ്പന്നനായിരുന്നിട്ടും തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. കാന നബിയുല്ലാഹി ദാവൂദ കാന യഅകുലു മിൻ അമലി യദിഹി. അതേപോലെ അദ്ദേഹം ഇരുമ്പ് കൊണ്ടുള്ള ജോലി ചെയ്തിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം മരപ്പണി ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേക്കുക തുടങ്ങി പലതും നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൽ നിന്നും നാം പഠിക്കേണ്ടത് എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വം ഉണ്ട് എന്നാണ്. ഹലാലായ തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കുന്നതിനേക്കാളും ഉത്തമമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവർക്ക് കൂലി കൊടുക്കണം എന്നുള്ളതാണ് തിരുനബി വചനം. അവരോട് വളരെ മര്യാദപൂർവ്വം പെരുമാറുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 10 വർഷം ജീവിച്ചിട്ട് എന്നൊരു വാക്കോ റസൂലിൽ നിന്ന് എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ഉള്ള യാതൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ മരുമക്കളോടായാലും മക്കളോടായാലും തിരിച്ചും എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാകുന്നു. അതുപോലെ അവരുടെ ദീനിനെ ബാധിക്കുന്ന യാതൊന്നും തൊഴിലുടമകളുടെ അടുക്കൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തആല ചില സന്ദർഭങ്ങളിൽ സമ്പത്തും ചിലർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരേപോലെയാണ് എന്ന വിചാരത്തിൽ അവരോട് വളരെ സഹിഷ്ണുതയോടെ പെരുമാറുകയും മാപ്പ് കൊടുക്കേണ്ട അവസരത്തിൽ മാപ്പ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് വളരെ നല്ല നിലയിൽ വർത്തിക്കുകയാണ് വേണ്ടത്. ഇത്തരം സന്ദേശങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആധുനിക ലോകത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്. ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അവൻ നമ്മയെല്ലാം സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന വിചാരത്തിൽ നമ്മൾ ബഹുമാനത്തോടെ ആദരവോടു കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കുവാൻ അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.